ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പുട്ടാണ് കേട്ടോ. ഇതിന് കറിയോ ഒന്നും വേണ്ട, ഇതിൽ തന്നെയുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്, നല്ല മധുരമുള്ളതാണ്. അപ്പോൾ കറി കഴിക്കാൻ എരിവൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ പുട്ട് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഇതിനായിട്ട് 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് വെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് കേട്ടോ. അങ്ങനെ ഈ കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ഈ പഴവും ചെറുതായി കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കാണ്ട് നമ്മൾ അരച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇത് മധുരമുള്ളതാണ്, എന്നാലും നമ്മളൊരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, വറുത്ത അരിപ്പൊടി കേട്ടോ. ഇത് പുട്ടുപൊടിയൊന്നുമല്ല, സാധാരണ നൈസ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടാക്കാൻ പുട്ടുപൊടി തന്നെ വേണമെന്നൊന്നുമില്ല, സാധാരണ പൊടി കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. പതുക്കെ പതുക്കെ ഇങ്ങനെ ഈ പൊടി ഈ പഴത്തിൻ്റെ നനവ് കൊണ്ട് നനയട്ടെ. ഇനി നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് നനവ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പൊടി അവിടെ എടുത്ത് വയ്ക്കുക, എന്നിട്ട് നമ്മൾ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ കുറച്ച് നനവ് ഉണ്ട്. അപ്പോൾ നമ്മളിത് 1 കൈപ്പിടി അരിപ്പൊടി വീണ്ടും ചേർത്തു കേട്ടോ. എല്ലാതും കൂടെ ഒരുമിച്ച് ചേർക്കണ്ട, കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് നോക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ ഇത്ര പൊടിയിട്ടപ്പോൾ പാകത്തിനായിട്ടാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ തോന്നും, പക്ഷേ നമുക്ക് ഒരു പേടിയും വേണ്ട. നമ്മൾ ഗോതമ്പ് പുട്ടിന് നനയ്ക്കുമ്പോൾ ഇതുപോലെ കട്ട പിടിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു കറക്കില്ലേ, അതുപോലെ നമുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ശരിയായിട്ടാണ്. ഇപ്പം നനവൊക്കെ പാകമായി. അപ്പോൾ നമ്മൾ 2 ഗ്ലാസും പിന്നെ ഒരു കൈപ്പിടിയും കൂടെ പൊടിയെടുത്തു. അപ്പോൾ നിങ്ങൾ ഏത് പാത്രം കൊണ്ട് അളവ് എടുക്കണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ എടുക്കുക. ഇതുപോലെ നനവ് മാറുന്ന വരെ അരിപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ അതേ മിക്സായി, പൊടി ആവശ്യത്തിനായി. ഇതേ നമ്മൾ പുട്ട് ഇങ്ങനെയല്ലേ നോക്കുക, നനവ് ശരിയായോ എന്ന്. ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുറുക്കി ഒരു ഉരുള കിട്ടണം. അത് കഴിഞ്ഞ് അതിങ്ങനെ പൊടിഞ്ഞും പോരണം. ഇനി കുറച്ച് നേരം ഒരു 10-15 മിനിറ്റൊക്കെ മാറ്റി അടച്ചു വയ്ക്കുക. അതിന് ശേഷം നമ്മൾ എടുത്തിട്ട് ഇത് ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിൽ, വെള്ളമൊന്നും ഇല്ലാത്ത ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറേശ്ശെ ഇട്ടിട്ട് പൾസ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്താൽ മതി. അപ്പം തന്നെ ഇതിൻ്റെ കട്ടയൊക്കെ പോവും. കുറേ നേരം ഒന്നും ചെയ്യണ്ട, ഒരു പൾസ് ചെയ്യുക. അങ്ങനെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ തിരിക്കില്ലേ, അതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പുട്ടുപൊടിയായില്ലേ. അപ്പോൾ ഇതാണ് കട്ട മാറ്റാനുള്ള മാർഗം കേട്ടോ. അതങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ച് എല്ലാതും കഴിഞ്ഞു. അപ്പോൾ കണ്ടില്ലേ നല്ല കട്ടയൊന്നും ഇല്ലാത്ത പുട്ടുപൊടി കിട്ടി. ഇനി നമ്മൾ സാധാരണ പോലെ നാളികേരമൊക്കെ ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. നാളികേരം ഇത്തിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല, നല്ല സ്വാദുണ്ടാവും. നല്ല മധുരമുള്ള പുട്ടല്ലേ. പിന്നെ ഇതിൽ കാഷ്യൂ നട്ട്സും പഴവും. അപ്പോൾ പഴം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ കൊടുത്താൽ അറിയില്ല. അപ്പോൾ പഴം പ്ലസ് കാഷ്യൂ നട്ട്സ് പ്ലസ് അരിപ്പൊടി അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യും കൂടെ ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല, നല്ലതാണ്. ഇനി സാധാരണ പോലെ ഇങ്ങനെ കുത്തി നിറയ്ക്കാണ്ട് ഇതുപോലെ ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്യണ്ട പുട്ടിൻ്റെ പാത്രത്തിൽ നിറയ്ക്കുമ്പോൾ കേട്ടോ. ഇങ്ങനെ 2 പാത്രം നിറച്ച് വെച്ചു. ഇനി നമ്മൾ കുക്കറിൽ വെള്ളമൊഴിച്ച് ആവി വരുമ്പോൾ ഇത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ആവി വരില്ലേ, അതിന് 2 മിനിറ്റ് വെച്ച് ആവി വന്നതിന് ശേഷം 2 മിനിറ്റും കൂടി വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ 2 പുട്ട് അതുപോലെ നമ്മൾ വേവിച്ചെടുത്തു. അപ്പോൾ ഈ പുട്ട് നിങ്ങൾ കഴിച്ച് നോക്കിട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാം, വേറെ ഒന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കാണ് ഇത് കൂടുതൽ ഇഷ്ടപ്പെടുക, അവർക്കല്ല കുറച്ചും കൂടെ സ്വീറ്റായിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടം. അപ്പോൾ ഇതുപോലെ പഴം കഴിക്കാൻ ചില കുട്ടികൾക്ക് പുഴുങ്ങിയ പഴമൊക്കെ കഴിക്കാൻ മടിയല്ലേ. അപ്പോൾ ഇതുപോലെ പുട്ടുണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഇത് ചിക്കൻ കറി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ കറി കൂട്ടിയിട്ടും കഴിക്കാം,
വെറുതെയും കഴിക്കാം, നല്ല സ്വാദുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. ഹെൽത്തിയാണ്, ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.